നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 6, 2026 വെള്ളി. അങ്ങനെ ഇന്നലെ ഉണ്ടായ നഷ്ടത്തിന് ശേഷം ഇന്ന് വീണ്ടും നേരിയതാണെങ്കിലും നേട്ടം തിരിച്ചുപിടിക്കുവാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിക്കുകയുണ്ടായി. പ്രധാനമായും 4 ഘടകങ്ങളാണ് അവസാന മണിക്കൂറിലാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സഹായിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. നിഫ്റ്റിക്ക് ഇന്ന് സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടി വന്നെങ്കിലും ഉടനടി തന്നെ 25,491 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് ഇന്ന് മാർക്കറ്റിന് നഷ്ടങ്ങളെയൊക്കെ നികത്തിക്കൊണ്ട് തിരിച്ചുവരവ് നടത്തുവാൻ സാധിച്ചതിനെ തുടർന്ന് 25,703 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 50 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,693 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം സെൻസെക്സിന് 266 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 56 പോയിന്റുകൾ മാത്രമേ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചുള്ളെങ്കിലും ഇന്നും ക്ലോസിംഗ് ബേസിസിൽ 60,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ഇന്നലത്തെ പോലെ ഇന്നും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1,207 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 1,673 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് ഇന്ന് നോക്കുമ്പോൾ ഐടിക്ക് 1.5%, ഫാർമയ്ക്ക് 0.7% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ അതേസമയം ഓട്ടോ, PSU, ബാങ്ക് തുടങ്ങിയ മേഖലകൾക്കും 0.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ FMCG ഇൻഡെക്സിന് 2.2% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ITC, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ബജാജ് ഫൈനാൻസ്, ഭാരതി എയർടെൽ, HUL തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടെക് മഹീന്ദ്ര, TCS, HDFC ലൈഫ്, ഏഷ്യൻ പെയിന്റ്സ്, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിന് ഇന്ന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് 0.3% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്നലത്തെ നേട്ടത്തിന് ശേഷം ഇന്ന് വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 33 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.66 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. 40% GSTക്ക് പുറമെ പുതിയ എക്സൈസ് ഡ്യൂട്ടി ചുമത്തിയതിനെ തുടർന്ന് ഒരു മാസത്തിലേറെ കാലമായി ITC ഉൾപ്പെടെ സിഗരറ്റ് സ്റ്റോക്കുകൾക്ക് അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഗോഡ്ഫ്രൈ ഫിലിപ്സിൽ 13% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ITCക്കും 6% നേട്ടം ഇൻട്രാഡേ ബേസിസിലും കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. മറ്റുള്ള സിഗരറ്റ് സ്റ്റോക്കുകളിലും ഇന്ന് ഉയർച്ച പ്രകടവുമായിരുന്നു. Q3 റിസൾട്ടിന്റെ ഇമ്പാക്ടിനെ തുടർന്ന് ഹിറ്റാച്ചി എനർജി, MRF തുടങ്ങിയ സ്റ്റോക്കുകളിൽ 12% ഉയർച്ചയും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടപ്പോൾ BEML സ്റ്റോക്കില് 5% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിലാകമാനം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് AI മുകളിലുള്ള ആശങ്കകൾ IT സ്റ്റോക്സുകളിൽ കരിനിഴൽ വീഴ്ത്തിയതിനാൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നും IT സ്റ്റോക്കുകളിൽ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇടിവ് തുടരുകയുണ്ടായി. തൽഫലമായി കോഫോച്ച്, TCS തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 4% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. മാത്രമല്ല നിഫ്റ്റി ഐടിക്ക് ഇന്ന് 1.47% നഷ്ടത്തോടുകൂടി അഥവാ 532 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി തന്നെ 35,611 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. Q3 റിസൾട്ടിന്റെ ഇമ്പാക്ടിനെ തുടർന്ന് ഇന്ന് LICയുടെ സ്റ്റോക്ക് പ്രൈസിൽ 8% ഉയർച്ച ഇൻട്രാഡേ ബേസിസ് അനുഭവപ്പെട്ടപ്പോൾ കെയ്ൻസ് ടെക്കിന്റെ ഷെയർ പ്രൈസിൽ 8% ഇടിവും അനുഭവപ്പെട്ടു. അതേസമയം നൈക്കയില് 7% ഉയർച്ച അനുഭവപ്പെട്ടപ്പോൾ എയർടെലിനും ഇന്ന് 2% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഇന്നലെ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകർ പുലർത്തിയ ജാഗ്രതയെ തുടർന്നും കൂടാതെ ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട കാരണങ്ങൾ മൂലവും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തി ആർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്കിനി പരിശോധിക്കാം. ഇന്ന് ഇന്ത്യയിൽ നിന്നും മാർക്കറ്റും നിക്ഷേപകരും ഒരേപോലെ കാത്തിരുന്നതായിരുന്നു മിനിങ്ങാന്ന് കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച RBI മോണിറ്ററി പോളിസിയുടെ ഔട്ട്കം ആയിട്ട് ഇന്ന് വരാനിരുന്ന RBIയുടെ
ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ മാർക്കറ്റും നിക്ഷേപകരൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 5.25% തന്നെ റെപ്പോ റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെയാണ് നിലനിർത്തുകയും ഉണ്ടായത്. 2026-2027 വർഷത്തെ ബഡ്ജറ്റ് ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതിന് ശേഷം ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ RBI മോണിറ്ററി പോളിസിയുമായിരുന്നു. കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആറാമത്തെയും അവസാനത്തെയും ദ്വൈമാസ മോണിറ്ററി പോളിസിയിൽ സെൻട്രൽ ബാങ്ക് റിപ്പോ നിരക്ക് 5.25% നിലനിർത്തുവാൻ തീരുമാനിക്കുകയും കൂടാതെ ന്യൂട്രൽ അഥവാ നിഷ്പക്ഷ നിലപാട് നിലനിർത്തുകയും ചെയ്തതാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരികയുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ സർപ്രൈസ് ആയിട്ട് വന്ന അതിശക്തമായ റാലിക്ക് ശേഷം ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ RBIയുടെ ഭാഗത്ത് നിന്നും ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റിലുണ്ടായ ജാഗ്രതയുടെ ഫലമായിട്ട് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഇന്ന് RBIയുടെ ഭാഗത്ത് നിന്ന് വന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെ ആയതിനാൽ തന്നെ വലിയൊരു റാലിക്ക് ശേഷം ചെറിയ കറക്ഷൻ നേരിട്ട ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് വാല്യൂ ബൈയിങ്ങും പ്രകടമായിരുന്നു. എസ്പെഷ്യലി FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകളിലെ ക്വാളിറ്റി സ്റ്റോക്കുകളിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് വാല്യൂ ബൈയിങ് മൂലമാണ് സെൻസെക്സിന് ഇന്ന് അതിന്റെ ഡേ ലോയിൽ നിന്നും 500-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും നിഫ്റ്റിക്ക് 200-നടുത്ത് പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ സൈക്കോളജിക്കൽ ലെവലായ 60,000 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായത്. ഈ ആഴ്ച ഇച്ചിരി ദൈർഘ്യമേറിയ ആഴ്ചയായിരുന്നു. ഞായറാഴ്ച യൂണിയൻ ബഡ്ജറ്റ് ഡേ ആയിരുന്നതിനാൽ തന്നെ സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ബഡ്ജറ്റ് ഡേയിൽ ക്ലോസിംഗ് ബേസിസിൽ മാത്രം ഇന്ത്യ വിക്സിൽ 10.71% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയെങ്കിൽ തുടർന്ന് തിങ്കളാഴ്ച 8%-ലേറെയും ചൊവ്വാഴ്ച 7%-ലേറെയും ബുധനാഴ്ച 5%-ലേറെയും ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്നലെ 0.7% മാത്രമേ ഇടിവ് രേഖപ്പെടുത്തിയുള്ളെങ്കിലും ഇന്നും ഇന്ത്യ വിക്സിൽ 1.89% ഇടിവ് ക്ലോസിംഗ് ബേസിസിൽ മാത്രം രേഖപ്പെടുത്തുകയുമുണ്ടായി. മാത്രമല്ല ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷനു ശേഷം 12 എന്ന ലെവലിന് താഴെയായിട്ട് 11.94 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. എന്നാൽ അതേസമയം ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്നും മാത്രമല്ല ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കണ്ടിരുന്നു ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയൊക്കെ വിലയിൽ 1%-ലേറെ ഇടിവായിരുന്നു അനുഭവപ്പെട്ടെങ്കിൽ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ വലിയൊരു കുതിപ്പിൽ നിന്നും തടയുകയുമുണ്ടായി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 66 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും നേരിയ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജർമ്മൻ മാർക്കറ്റ് 0.5%-ലേറെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം നടത്തിക്കൊണ്ടുമിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ജപ്പാൻ മാർക്കറ്റിനും തായ്ലൻഡ് മാർക്കറ്റിനും മാത്രമേ 0.5%-ലേറെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വില 0.25%-നടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.25%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും 2%-നടുത്ത് ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $63.99 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $63.77 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ $76 നേട്ടത്തോടുകൂടി 4,855.09 പെർ ഔൺസ് എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗ്രീവ്സ് കോട്ടൺ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 22.6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 20.8 കോടി രൂപയായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഇത്തവണ 25 കോടി രൂപയായി ഉയർത്തുകയുണ്ടായി. CESE നെറ്റ് പ്രോഫിറ്റിൽ 7.5% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 285 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. NCC പ്രോഫിറ്റിൽ 36% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 8
9% ഇടിവ് രേഖപ്പെടുത്തുകയുമുണ്ടായി. മസ്കോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ് പ്രോഫിറ്റില് 9% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 14.6% വളർച്ചയും രേഖപ്പെടുത്തി. ആദിത്യ ബിർള ഫാഷൻസ് ഇത്തവണ കമ്പനി ലോസ് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 51.3 കോടി രൂപ ലോസിൽ നിന്നും ഇത്തവണ 152.2 കോടി രൂപയായിട്ട് കമ്പനിയുടെ നഷ്ടം വർദ്ധിക്കുകയുണ്ടായി. അതേസമയം റവന്യൂവില് 7.9% വർധനവും രേഖപ്പെടുത്തി. MRF കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 316 കോടി രൂപയിൽ നിന്നും 691.8 കോടി രൂപയായി വളർച്ച രേഖപ്പെടുത്തി. ജൂബിലന്റ് ഫാമോവ നെറ്റ് പ്രോഫിറ്റില് 44.6% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 101 കോടി രൂപയിൽ നിന്നും 56 കോടി രൂപയിലേക്ക് ചുരുങ്ങുകയുണ്ടായി. ACME സോളാർ 222.75 കോടി രൂപ മൂല്യം വരുന്ന പുതിയ കരാർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. SKF ഇന്ത്യ കമ്പനിയുടെ പ്രോഫിറ്റ് 43.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 54.1% ഇടിവും രേഖപ്പെടുത്തുകയുമുണ്ടായി. വാടെക് വബാക് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റില് 30% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 18% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.